ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്രിസ്മസ് എത്തി നിൽക്കെ പള്ളികളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പള്ളികളുടെ ഉള്ളും പുറവും പെയിന്റ് ചെയ്തും വർണ്ണവിളക്കുകൾ പിടിപ്പിച്ചും ക്രിസ്മസ് ട്രീ വെച്ചും അൾത്താര വിപുലീകരിച്ചും ക്രിസ്മസിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം കത്തോലിക്ക പള്ളികളിലാണ് കൂടുതൽ മുന്നൊരുക്കങ്ങളും നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഭക്തി ആദരവോടെ കൊണ്ടാടുന്ന ദിവസങ്ങൾ കടന്നുവരുമ്പോൾ പ്രവാസ ലോകത്തും ആഘോഷ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മാളുകളിലും സൂപ്പർമാർക്കറ്റുകളിലും പ്രത്യേക ക്രിസ്മസ് സ്ഥലങ്ങൾ ഒരുക്കി ആവശ്യം വേണ്ട സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. മെഴുകുതിരി മുതൽ പാപ്പാത്തൊപ്പി വരെ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഡിമാൻഡ് ക്രിസ്മസ് സ്റ്റാറിന് തന്നെയാണ്. ഡിജിറ്റൽ സ്റ്റാർ മുതൽ സാധാരണ സ്റ്റാർ വരെ വിപണിയിൽ ലഭ്യമാണ്. സ്റ്റാറിനകത്ത് വെളിച്ചം എത്തിക്കാൻ നീളമുള്ള വയർ സംവിധാനം ആവശ്യമില്ലാത്ത സോളാർ, ഡിജിറ്റൽ, ബാറ്ററി എന്നിങ്ങനെയുള്ള സ്റ്റാറുകൾ മാർക്കറ്റിലുണ്ട്. ഒമാനിൽ തണുപ്പ് കൂടുന്നു. ശൈത്യകാലം ആരംഭഘട്ടത്തിലേക്ക് കടന്നതോടെ താപനിലയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. വരും ദിവസങ്ങളിലും തണുത്ത കാലാവസ്ഥ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എന്നാൽ ജനുവരിയോടെ ശൈത്യം ശക്തമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡിസംബർ 23 വരെ നിലവിലെ തണുപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം. ഇന്ന് മസ്കറ്റിൽ 21 ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില പ്രതീക്ഷിച്ചത്. തിങ്കളാഴ്ച താപനില 19 ഡിഗ്രി സെൽഷ്യസായി കുറയും. തുടർ ദിവസങ്ങളിലും സമാന താപനില തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ മാസം 21, 22 തീയതികളിൽ താപനില 18 ഡിഗ്രി സെൽഷ്യസായി കുറയും. സൈക്കിൾ 12.3 ഡിഗ്രി സെൽഷ്യസാണ് ശരാശരി താപനില. ബിദിയ, ഹൈമ, മസ്യൂന, മുക്ഷൈൽ എന്നിവിടങ്ങളിൽ 17 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. വാദി, ബനി ഖാലിദ്, ഖുറൈൻ, ഹിറിക് എന്നിവിടങ്ങളിലും കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ദിമാവതൈൻ, ഇബ്രി, സനായി, ഫഹൂദ്, ബിദ്ബിദ്, ഇബ്ര, ബർക്ക എന്നിവിടങ്ങളിൽ താരതമ്യേന താപനില കൂടുതലാണെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജബൽ അക്തറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില. ഈ മാസം 16, 17 ദിവസങ്ങളിൽ താപനില 6 ഡിഗ്രി സെൽഷ്യസായി കുറയും. വരും ദിവസങ്ങളിലും സമാന കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. ജബൽ ഷംസിൽ അതിശൈത്യമാണ് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടുക. ഈ മേഖലയിൽ ഇന്ന് 0 ഡിഗ്രി സെൽഷ്യസും തിങ്കളാഴ്ച 3 ഡിഗ്രി സെൽഷ്യസും 17-ന് -2 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില പ്രതീക്ഷിക്കുന്നത്. 18-ന് താപനില വീണ്ടും 0 ഡിഗ്രിയിലെത്തും. 19, 20 തീയതികളിൽ 1 ഡിഗ്രിയും 21, 22 തീയതികളിൽ 2 ഡിഗ്രിക്കുമാകും താപനില. അതിശൈത്യത്തിലേക്ക് പോകുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രോഗസാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകരുതൽ സ്വീകരിക്കണം. കുട്ടികളുടെ ആരോഗ്യ പരിചരണവും പ്രത്യേക ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടാൻ മടിക്കരുതെന്നും സ്വയം ചികിത്സകൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. താപനില കുറഞ്ഞെങ്കിലും തണുപ്പുകാല വസ്ത്ര വിപണിയും തണുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തണുപ്പ് വസ്ത്രങ്ങളും പുതപ്പുകളും ജാക്കറ്റുകളും എത്തിയെങ്കിലും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ല. ദോഫർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 10 ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അധികൃതർ അടച്ചുപൂട്ടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് പരിശോധന നടന്നത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. 17 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷ പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അധികൃതർ അറിയിച്ചു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിലാണ് പിടിച്ചെടുത്തത്. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.